ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 2 ദിനവൃത്താന്തം 9-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 9-ാം അധ്യായത്തിലെ ഷേബ രാജ്ഞിയുടെ സന്ദർശനമാണ് നമ്മൾ വായിക്കുന്നത്. 1 രാജാക്കന്മാർ 10-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം പറയുന്നുണ്ട്. ശലോമോൻ രാജാവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് കേട്ടിട്ട് അജ്ഞാനം പരിശോധിക്കുവാനാണ് ഷേബ രാജ്ഞി വരുന്നത്. അവർ വരുന്നത് ലോകത്താർക്കും ഉത്തരം പറയാൻ സാധിക്കാത്ത വിധത്തിലുള്ള ചില കുടുക്ക് ചോദ്യങ്ങളുമായിട്ടാണ് അവരെ ശലോമോനെ ഇവിടെ സന്ദർശിക്കാൻ വരുന്നത്. വന്നത് വലിയ പരിവാരങ്ങളുമായിട്ടാണ്. ധാരാളം സ്വർണവും സൗന്ദര്യദ്രവ്യങ്ങളും ഒട്ടകങ്ങളൊക്കെ ആയിട്ടാണ്, വലിയ പരിവാരങ്ങളുമായിട്ടാണ് രാജസന്നിധിയിൽ വന്നത്. അത്രമാത്രം വലിയ സമ്പത്തുള്ളൊരു വ്യക്തിയായിരുന്നു ഷേബ രാജ്ഞി. അവർ വന്ന് ശലോമോനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ടുള്ള ഉത്തരം നൽകുവാൻ ശലോമോന് സാധിച്ചു എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ശലോമോൻ്റെ ജ്ഞാനം, കൊട്ടാരം, അദ്ദേഹം പണിത ദേവാലയം, അദ്ദേഹത്തിൻ്റെ മേശയിലെ വിഭവങ്ങൾ, വസ്ത്രധാരണങ്ങൾ, ചമയങ്ങൾ എല്ലാം കണ്ട് രാജ്ഞി സ്തബ്ധയായി പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് രാജ്ഞി പറയുന്ന ഒരു കാര്യമുണ്ട്: അങ്ങേ രാജാവാക്കിയ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഇസ്രായേൽ ജനത്തെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ജ്ഞാനവും ഇത്രയും വിവേകവുമുള്ള ഒരു രാജാവിനെ അവർക്ക് ദൈവം നൽകിയത്. പ്രിയമുള്ളവരെ, ദൈവത്താൽ അനുഗ്രഹീതരാകൽ ചെല്ലുന്നിടത്തൊക്കെ അവരെ കാണുന്നവർക്കും അവരുടെ സാമീപ്യം ഉണ്ടാകുന്നവർക്കും അത് വലിയ അനുഗ്രഹവും സന്തോഷവും ഉണ്ടാകുവാൻ കാരണമായി തീരും. കാരണം അവരിൽ ദൈവം വസിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കണം, ഞാനൊരു അനുഗ്രഹമാണോ അതോ മറ്റുള്ളവർക്കൊരു ശാപമാണോ? നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ സമീപനങ്ങളും മറ്റുള്ളവർക്ക് സന്തോഷമോ സമാധാനവുമാണോ പ്രദാനം ചെയ്യുക, അതോ മറ്റുള്ളവർക്ക് അസ്വസ്ഥതയാണോ ഉളവാക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അനുഗ്രഹമാകണമെങ്കിൽ ദൈവം നമ്മിൽ വസിക്കണം. ഞാൻ ഇതിനു മുൻപും ഈ പ്രഭാഷണങ്ങളിലൂടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദിവസവും രാവിലെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഞാൻ ഇന്നൊരു അനുഗ്രഹമാകണം. എൻ്റെ വാക്കുകളോ ചിന്തകളോ പ്രവൃത്തികളോ മറ്റാർക്കും ദോഷമോ ദുഃഖമോ നാശമോ ഉണ്ടാക്കാൻ കാരണമാകാതെ സന്തോഷവും സമാധാനവും പ്രത്യാശയും ലഭിക്കാൻ കാരണമായി തീരണം. അങ്ങനെ ഓരോ ദിവസവും പ്രാർത്ഥനയോടെ നമ്മൾ ജീവിതം ആരംഭിക്കുമെങ്കിൽ നമുക്കതിന് അനുഗ്രഹമായി തീരുവാൻ സാധിക്കും. ദൈവസാമീപ്യം നമ്മളോടൊപ്പം ഉണ്ടാകും. സാധാരണ രാജാക്കന്മാരെല്ലാവരും കഠിനന്മാരും ക്രൂരന്മാരുമായി അറിയപ്പെടുമ്പോൾ സോളമൻ അതിൽ നിന്ന് വ്യത്യസ്തനാകാൻ കാരണം ദൈവം ചോദിച്ചപ്പോൾ എനിക്ക് സമ്പത്തല്ല ആവശ്യം, ജ്ഞാനമോ മതി എന്ന് പറയുവാൻ തക്കവണ്ണം അദ്ദേഹം ഹൃദയവിശാലതയുള്ളവനായിരുന്നു. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതായി നമ്മളിവിടെ വായിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വായിക്കുന്നത്, സംതൃപ്തിയായ ഷേബാജ്ഞാനി രാജ്ഞി ധാരാളം സ്വർണങ്ങളും രത്നങ്ങളും സുഗന്ധദ്രവ്യങ്ങളും അദ്ദേഹത്തിന് നൽകി. ഷേബ രാജ്ഞി നൽകിയതുപോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ പിന്നീട് ആരും ഒരിക്കലും സോളമന് കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത വിധം വലിയ ഒരു ശേഖരമാണ് അവർ സോളമന് നൽകിയത്. കാരണം അവരുടെ മനസ്സത്രമാത്രം സന്തോഷകരമായി തീർന്നു എന്നുള്ളതാണ്. 10 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്ന ഹീരാമിൻ്റെ, നമുക്ക് അദ്ദേഹമാണല്ലോ നേരത്തെ ദേവദാരുവൊക്കെ കൊടുത്ത് ദേവാലയം പണിയുവാൻ അദ്ദേഹത്തിൻ്റെ ആളുകൾ ഇവിടെ വന്നിട്ട് കൃത്യമാർ ഓഫീറിൽ നിന്ന് പൊന്നിന് പുറമെ രക്തചന്ദനം, രത്നങ്ങൾ, ചന്ദനത്തടിയെല്ലാം കൊണ്ടുവന്നു. ചന്ദനത്തടി കൊണ്ട് ദേവാലയത്തിൻ്റെയും കൊട്ടാരത്തിൻ്റെയും ഒക്കെ പടികൾ അവർ പൊതിഞ്ഞു. അതുപോലെ തന്നെ ദേവാലയത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനുള്ള കിന്നരങ്ങൾ, വീണകൾ, ഇതൊക്കെയും ആ ചന്ദനത്തടി കൊണ്ട് ഉണ്ടാക്കിയാണ്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള തടികളാണല്ലോ അതൊക്കെ. അങ്ങ് ഇത്രമാത്രം മനോഹരമായ രീതിയിൽ ദേവാലയത്തെയും കൊട്ടാരത്തെയും ഒക്കെ അവരോട് ചമയിക്കുകയാണ്.
അത് കഴിഞ്ഞ് ഷേബാരാജ്ഞി പോകുമ്പോൾ ഷേബാരാജ്ഞിയെ ആഗ്രഹിച്ചതൊക്കെ സോളമൻ ഷേബാരാജ്ഞിക്ക് നൽകി യാത്ര അയക്കുകയാണ്. 13-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് സോളമൻ്റെ സമ്പത്തിനെ കുറിച്ചാണ്. അറേബ്യയിലുള്ള ധാരാളം രാജാക്കന്മാരും വർഷം തോറും അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുകൾ കൊണ്ട് കൊടുത്തു. നമ്മൾ വായിക്കുന്നു, ലഭിച്ച സ്വർണം കൊണ്ട് 200 വലിയ പരിചകൾ, ഒരു പരിചയ്ക്ക് തന്നെ 600 ഷെക്കേൽ തൂക്കം വരുന്ന സ്വർണമാണ് ഉപയോഗിച്ചത്. 300 ഷെക്കേൽ തൂക്കമുള്ള 300 ചെറിയ പരിചകൾ വരെ അദ്ദേഹം ഉണ്ടാക്കി. അതുപോലെ തന്നെ വലിയ സിംഹാസനമുണ്ടാക്കി. 12 സിംഹങ്ങൾ 12 സിംഹങ്ങൾ നിൽക്കത്തക്കവണ്ണമുള്ള വലിയ സ്തംഭം അദ്ദേഹം ഉണ്ടാക്കി. മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത രീതിയിലുള്ള ശില്പങ്ങളുണ്ടാക്കി. സ്വർണ്ണനിർമ്മിതമായ പാനപാത്രങ്ങൾ. 22-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയുള്ള എല്ലാ രാജാക്കന്മാരിലും സോളമൻ വലിയവനായിരുന്നു. ധനത്തിലും ജ്ഞാനത്തിലും. കാരണം ദൈവം അനുഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. അതിൻ്റേതായ ഭൗതിക സമ്പത്തും ജ്ഞാനപരമായ സമ്പത്തും എല്ലാം അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. നമ്മൾ വായിക്കുന്നു, അദ്ദേഹം ജെറുസലേമിൽ വെള്ളി കല്ലുപോലെ സുലഭമാക്കി. കല്ലെത്രമാത്രം സുലഭമായി ലഭിക്കുമോ അതുപോലെ വെള്ളി സുലഭമാക്കി. അതുപോലെ തന്നെ ദേവദാരു അത്തിമരം പോലെ സമൃദ്ധമാക്കി. അവാദ് പ്രദേശത്ത് ധാരാളം സമൃദ്ധമായിട്ടുണ്ടാകുന്ന വൃക്ഷമായിരുന്നു അത്തിമരം. അതിനു തുല്യമായ ദേവദാരുകളൊക്കെ നട്ടുവയ്ക്കുകയും വലിയ വിലപിടിപ്പുള്ളതായ വൃക്ഷങ്ങളാണ്. അതെല്ലാം നടത്താൻ ആ രാജ്യം തന്നെ ഒരു സ്വർഗമാക്കി തീർക്കുന്ന അനുഭവത്തിൽ അദ്ദേഹം കൊണ്ടുവരാൻ സാധിച്ചു. ഏകദേശം 40 വർഷത്തോളം അദ്ദേഹം രാജ്യം ഭരിച്ചു. അതിനുശേഷം തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ സോളമൻ ഇതിനിടയ്ക്ക് സമ്പത്തൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അന്യദൈവങ്ങളെ ആരാധിക്കാൻ പോയ കാര്യം മാത്രം ഈ ലേഖകൻ ഇവിടെ രേഖപ്പെടുത്തുന്നില്ല. കാരണം അവരുടെ രാജാവിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാവാം ആ കാര്യം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ആ കാര്യം മാത്രം വിട്ടുകളയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ സോളമനെ സംബന്ധിച്ചിടത്തോളം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും അദ്ദേഹത്തിന് ലഭിച്ചതായ എല്ലാ പ്രശസ്തിയും ദൈവം അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം സമാധാനത്തോടെ മരിക്കുവാൻ ദൈവം ഇടയാക്കി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ രഹബയാമിനിയും രാജ്യം ഏറ്റെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്തിന് രാജ്യം 2ആയി ഭാഗിക്കപ്പെടുന്നതൊക്കെ നമ്മൾ കാണാം. സോളമൻ ചെയ്തതായ ആ പാപത്തിൻ്റേതായ ചില പരിണിത ഫലങ്ങൾ അവരുടെ മക്കളിലൂടെ ഇനിയും തലമുറകൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ നന്മ ചെയ്താൽ നമ്മുടെ തലമുറകൾ നന്മകൾ അനുഭവിക്കും. നമ്മൾ തിന്മ പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം നമ്മുടെ തലമുറകൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന ചിന്തയോടെ ദൈവത്തിന് പൂർണ്ണ സമർപ്പിതമായി ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാ ദിവസവും ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും നമ്മുടെ ജീവിതവും അതിന് നമ്മെ സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.